ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തീൻ വേദപാഠകം പെന്തക്കൊസ്ത് തിരുനാള്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ആ ദിവസം തന്നെ വൈകിട്ട് ശിഷ്യന്മാർ ആയിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇത് പറഞ്ഞിട്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവൻ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അവൻ അവരുടെ മേൽ ഊതിക്കൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കും. ആരുടെ പാപങ്ങൾ നിങ്ങൾ നിലനിർത്തുന്നുവോ അവ അവർക്ക് നിലനിർത്തിയിരിക്കും. ഇതേ തിരുവചനം തന്നെയാണ് സീറോ മലബാർ വേദപഞ്ചാംഗത്തിലും ഈ ഞായറാഴ്ചയിലുള്ളത്. അതിൽ ഞാൻ ഈ ഊതുക, ഈശോയുടെ ആ ഊതല്, പരിശുദ്ധാത്മാൻ നൽകല്, പാപമോചനം, കുംഭസാരം, ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അത് അവിടെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആ വീഡിയോ നിങ്ങൾ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ അവിടെ പറയാത്ത കാര്യങ്ങൾ, ഇതേ തിരുവചന പാഠം തന്നെയാണ്, അവിടെ പറയാത്ത ചില കാര്യങ്ങൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ആഴ്ചവട്ടത്തിൻ്റെ അവൻ ഉയർപ്പിക്കപ്പെട്ട ദിവസം തന്നെ, യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ദിവസമാണ് ഈ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതും അവരുടെ മുന്നിൽ ഊതുന്നതും പരിശുദ്ധാത്മാവിന് കൊടുക്കുന്നതും. ഈശോ ഉയർപ്പിക്കപ്പെട്ട അന്നാണ് പരിശുദ്ധാത്മാവിന് നൽകുന്നത്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായും ചോദിക്കും, പിന്നെ എന്തായിരുന്നു പെന്തക്കൊസ്ത 50-ാം ദിവസം? അതേക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്ന്, നമ്മൾ തിങ്കളാഴ്ച ദിവസങ്ങളിൽ സ്ലീഹന്മാർ നടപടി പുസ്തകം നമ്മൾ ധ്യാനിച്ചു വരുന്നത്. ഇപ്പം നമ്മൾ 4-ാമത്തെ അധ്യായത്തിലെത്തി. അപ്പോൾ 1-2 അധ്യായങ്ങളിൽ വളരെ വിശദമായിട്ട് എന്താണ് പെന്തക്കൊസ്തിൽ സംഭവിച്ചത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് പെന്തക്കൊസ്ത 50-ാം ദിവസം എന്ത് സംഭവിച്ചെന്നുള്ള ആ തമ്പനയിൽ ഉപയോഗിച്ചിട്ട് തന്നെ ഞാൻ അതിന് ഉത്തരം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദാംശം കിടക്കാൻ ഇപ്പോൾ എനിക്ക് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആവർത്തനം ഒഴിവാക്കാൻ വേണ്ടി ഞാനത് പറയുന്നില്ല. അപ്പോൾ ഈ ആദിമസഭ ഈ ദിവസമാണ് കുർബാന അർപ്പിച്ചിരുന്നത്. ഏത്? ആഴ്ചവട്ടത്തിൻ്റെ ആദ്യ ദിവസം. നടപടി ദിവസം 27, 1 കൊരിന്ത്യർ 16:2 അത് കാണാം. ഉത്ഥാനത്തിൻ്റെ ദിവസം തന്നെ യേശു ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നു. ഉത്ഥാനത്തിൻ്റെ ദിവസം തന്നെ, ആ ആഴ്ചയുടെ ആദ്യ ദിവസം അന്ന്. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധാത്മാവിനെ നൽകുകയും യേശു ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത ദിവസം അന്നാണ് സഭയുടെ ആരാധനയുടെ ദിവസം. അതുകൊണ്ട് സാബത്ത് എന്ന് പറയുന്നത് ശനിയാഴ്ചയല്ല, ഞായറാഴ്ചയാണ്. പക്ഷെ ഞായറാഴ്ച എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഞായർ എന്ന് പറഞ്ഞാൽ സൺ, സൂര്യൻ, ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ആഴ്ചവട്ടത്തിൻ്റെ ആദ്യ ദിവസം അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഞായറാഴ്ച സൂര്യാരാധന നടത്താൻ വേണ്ടി ഞായറാഴ്ചയിലേക്ക് മാറ്റുന്നതും പറയരുത്. ഞായർ എന്നുള്ള വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിട്ടില്ല. സഭയുടെ തുടക്കം മുതൽ തന്നെ ശനിയാഴ്ചയല്ല, ഞായറാഴ്ചയാണ് സാബത്ത്. സാബത്തിൻ്റെ ഉടയവനാണ്, പടച്ചവനാണ് യേശു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സാബത്ത് ശനിയാഴ്ചയിൽ നിന്ന് ഞായറാഴ്ചയിലേക്ക് മാറ്റാൻ അവന് അധികാരമുണ്ട്. സാബത്ത് സ്ഥാപിച്ചത് അവനാണ്, അതിൻ്റെ പടച്ചവൻ അവനാണ്. അവൻ അത് ശനിയാഴ്ചയിൽ നിന്ന് ഞായറാഴ്ചയിലേക്ക് മാറ്റി. അതുകൊണ്ട് കർത്താവിന് ദിവസം എന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. വെളിപാട് പുസ്തകം 1-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. കർത്താവിന് ദിവസം, സാബത്തെന്നല്ല, കർത്താവിന് ദിവസം, അത് ഞായറാഴ്ചയാണ്. അന്ന് കർത്താവ് എന്ത് ചെയ്തു? തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഞാൻ വിചാരിക്കുന്നത് 3 പ്രധാനപ്പെട്ട സത്യങ്ങളാണ് ഇതിലൂടെ ആവിഷ്കരിക്കുന്നത്. ഒന്ന്, ഈ തൻ്റെ കൈകളും പാർശ്വവും കാണിച്ചു. തൻ്റെ കൈകളും കാലുകളും കാണിച്ചുവെന്ന് ലൂക്കാസ് 24:39 പറയുന്നുണ്ട്. തൻ്റെ കൈകളും കാലുകളും, ഇപ്പോൾ ഇവിടെ പറഞ്ഞു പാർശ്വവും. അപ്പോൾ ഇതിൽ നിന്നാണ് ഈ തിരുവചനങ്ങൾ, അതായത് യോഹന്നാന്റെ സുവിശേഷം 20:20 പിന്നെ ലൂക്കാസിന്റെ സുവിശേഷം 24:39, ഇത് രണ്ടും കൂടി ചേർത്ത് വെക്കുമ്പോൾ കൈകളും കാലുകളും പാർശ്വവും, അങ്ങനെയാണ് പഞ്ചക്ഷതം എന്നുള്ള പഞ്ചക്ഷതങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ തിരിച്ചറിയുന്നത്. 5 തിരുമുറകൾ. അത് ആ നിഗമനത്തിലെത്തുന്നത് ഈ തിരുവചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അത് 1-ാമത്തെ കാര്യം. 2, യേശു വെറുതെ ഒരു ശരീരത്തിൽ ഉയർക്കുകയല്ല ചെയ്തത്. വെറുതെ ഒരു ശരീരത്തിൽ ഉയർക്കുകയല്ല. 3 ദിവസം മുമ്പ് ക്രൂശിക്കപ്പെട്ട അതേ ശരീരത്തോടെയാണ് ഉയർത്തെഴുന്നേറ്റത്. അതാണ് 2-ാമത്തെ കാര്യം ആവിഷ്കരിക്കുന്നത്. യേശു ശരീരത്തിൽ ഉയർപ്പിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ശരീരമല്ല. 3 ദിവസം മുമ്പ് ഏത് ശരീരത്തിൽ അവൻ ക്രൂശിക്കപ്പെട്ടുവോ അതേ ശരീരത്തോടു കൂടിയാണ് ഉയർത്തെഴുന്നേറ്റത്. എന്നാൽ രൂപാന്തരം വന്നു. ജനലും വാതിലൊക്കെ അടച്ചാലും അവന് പ്രത്യക്ഷപ്പെടാൻ പറ്റും. അതാണ് 2-ാമത്തെ അർത്ഥം. 3, ഈ തൻ്റെ ഭൗമിക ബലി, അത് കാൽവരിലെ ബലി, ആ ഭൗമിക ബലിയുടെ അടയാളങ്ങൾ യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തപ്പോഴും കൊണ്ടുപോയി തൻ്റെ ശരീരത്തിൽ നിലനിർത്തി. എന്തിന്? അതാണ് അറക്കപ്പെട്ടതെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാണെന്ന് വെളിപാട് പുസ്തകം 5:6 പറയുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന 645.
എന്തിനാണ് ഈ തൻ്റെ ഭൗമിക ബലിയുടെ അടയാളങ്ങൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് മൂന്നാമത്തെ അർത്ഥം. എന്തിനാണ് കൊണ്ടുപോയത്? രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി. ഒന്ന്, അവൻ്റെ ഈ ഭൗമിക ബലി ചരിത്രത്തിൽ ഒരിക്കൽ മാത്രമാണെങ്കിലും സ്വർഗത്തിൽ എന്നേക്കുമായി നിലനിർത്താൻ വേണ്ടി. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ പഞ്ചക്ഷതങ്ങൾ തിരുമുറിവുകൾ ഉപയോഗിച്ചാണ് അവൻ മധ്യസ്ഥ വഹിക്കുന്നത്. പാപികളായ മനുഷ്യർക്ക് വേണ്ടി പിതാവിന് മുമ്പിൽ മധ്യസ്ഥ വഹിക്കുന്നത് ഈ തിരുമുറിവുകൾ കാണിച്ചുകൊണ്ടാണ്. അവൻ ഏക മധ്യസ്ഥനായിരിക്കുന്നത്. അതായത് അവനെ പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. അവനെ മരണത്തെ മാറ്റി നിർത്തുക. കാരണം എന്താ? അവൻ്റെ മരണശിക്ഷ ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിച്ചു, ഇതാണ് തെളിവ്. എന്നിട്ട് പിതാവിനെ കാണിക്കുകയാണ് തിരുമുറിവുകൾ. അപ്പോൾ ഏക മധ്യസ്ഥനായിരിക്കുന്നത് ഈ തിരുമുറിവുകൾ കൊണ്ടാണ്. അവൻ്റെ ബലി ഒരിക്കലുള്ള ബലി എന്നേക്കുമായി നിലനിർത്തുന്നതും ഈ തിരുമുറിവുകൾ കൊണ്ടാണ്. ഇതാണ് അവൻ ഒരിക്കൽ എന്നേക്കുമായി മരിച്ചു എന്ന് പറയുന്നത്. ഈ വചനം തിരിച്ചറിയാത്തത് കൊണ്ടാണ്, ഈ ചരിത്രത്തിൽ സംഭവിച്ചത് മാത്രം ഓർക്കുന്നത് കൊണ്ടാണ് പെന്തക്കോസ്തക്കാരും യഹോവ സാക്ഷികളൊക്കെ കത്തോലിക്കര് അന്നത്തെ ബലി വീണ്ടും ആവർത്തിക്കാനായിട്ട് പരിശ്രമിച്ച് പരാജയപ്പെടുന്നു എന്ന് പറയുന്നത്. ഒരിക്കലാണ് ചരിത്രത്തിൽ കാൽവരിയിൽ, പക്ഷെ അത് എന്നേക്കുമായി നിലനിൽക്കാണ് സ്വർഗത്തിൽ. അതുകൊണ്ട് ഈ കുർബാന എന്ന് പറയുന്നത് കാൽവരിയുടെ ആവർത്തനമോ സ്മരണയോ മാത്രമല്ല, മറിച്ച് സ്വർഗത്തിലെ ബലിയുടെ മുൻ ആസ്വാദനമാണ്. സ്വർഗത്തിൽ അവൻ എന്നേക്കുമായി കാണിക്കുകയാണ് അറുക്കപ്പെട്ടതെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാട്. അതാണ് ഈ തെളിവ്, ഈ പഞ്ചക്ഷതങ്ങൾ. എന്നിട്ട് പറയാണ്, ഇതെല്ലാം കാണിച്ചിട്ട് പറയാണ്, നിങ്ങൾക്ക് സമാധാനം. ഷാലോം എന്നാണ് ഹീബ്രു, എയ്റേന എന്ന് ഗ്രീക്ക്. അഭിവാദനം ചെയ്യാനായി യഹൂദർ ഉപയോഗിച്ചത് പരമ്പരാഗത വാക്കാണത്. യോഹന്നാൻ 14:27 അതുണ്ട്. എങ്കിലും ഉത്തിതനായ കർത്താവ് അത് ആശംസിക്കുമ്പോൾ അതിന് പുതിയ അർത്ഥതലങ്ങൾ വരികയാണ്. വാക്കൊന്നാണെങ്കിലും ഈശോ ഉത്ഥാനം ചെയ്ത് ഈശോ പറയുമ്പോൾ അതിന് വേറെ പൊരുളുകളുണ്ട്. മനുഷ്യവംശത്തിന് രക്ഷയും ആധ്യാത്മിക ക്ഷേമവും നിത്യജീവനും അവൻ കൈമാറുകയാണ്. നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുമ്പോൾ രക്ഷ, ആധ്യാത്മിക ക്ഷേമം, നിത്യജീവൻ കൈമാറുകയാണ്. ഇതിൽ കൂടുതലുമാണ്. ഇത് വെറും ഒരു ആശംസയോ ശാന്തിയോ ഉണ്ടാകട്ടെ എന്ന ഒരു പ്രാർത്ഥനയോ അല്ല. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, ലോകം തരുന്നത് പോലെയല്ല എന്ന് പറയുന്ന ആ സമാധാനമാണിത്. അതായത് ക്രിസ്തു സംഭവത്തിലൂടെ യേശു മനുഷ്യവംശത്തിന് എന്താണോ നേടിയത് അത് ശിഷ്യന്മാർക്ക് കൈമാറുകയാണ്. പെസഹ രഹസ്യം കൈമാറുകയാണ്, രക്ഷാസംഭവം കൈമാറുകയാണ്. തീർന്നില്ല. ഈ സമാധാനം എന്ന് പറയുന്നത് ലോകം തരുന്ന പോലെ അല്ല ഞാൻ നൽകുന്ന സമാധാനം. പിന്നെ എന്താണത്? ഞാൻ തരുന്നത് വേറെ സമാധാനമാണ്. എന്താ ഈ വേറെ സമാധാനം? കർത്താവ് സമാധാനം കൈമാറിയിട്ടും കുടുംബങ്ങളിൽ സമാധാനമില്ല, സമുദായത്തിൽ സമാധാനമില്ല, യുദ്ധങ്ങൾക്കൊന്നും ഒരു കുറവില്ല. അപ്പോൾ ആൾക്കാർ ചോദിക്കും, എവിടെയാണ് ഈ യേശു സമാധാനം കൊണ്ടുവന്നേ? സമാധാനത്തിൻ്റെ രാജകുമാരനൊക്കെ പറഞ്ഞിട്ട് എവിടെയാണ് യേശു കൊണ്ടുവന്ന സമാധാനം? യേശു കൊണ്ടുവന്ന സമാധാനം ലോകം തരുന്ന പോലെ അല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യേശുവാണ് സമാധാനം. യേശു തന്നെയാണ് നൽകുന്നത്, തൻ്റെ ജീവനാണ് നൽകുന്നത്. നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുമ്പോൾ അവൻ തന്നെ മനുഷ്യർക്ക് കൊടുക്കുകയാണ്. അത് കൗതാശകമായി സംഭവിക്കുന്നതാണ് കുർബാനയിൽ, മറ്റു കൂതാശകളിൽ. ഈ കൂതാശകളില്ലെങ്കിൽ യേശു നൽകുന്ന സമാധാനം തന്നെ തിരിച്ചറിയാൻ കഴിയില്ല, മനസ്സിലാകൂല്ല. യേശുവാണ് സമാധാനം. അവൻ തന്നെയാണ്, തൻ്റെ ജീവനാണ് നൽകുന്നത്. അതുകൊണ്ടാണ് ലോകം തരുന്നത് പോലുള്ള താൽക്കാലിക സ്വസ്ഥതയോ ശാന്തിയോ അല്ല, യേശു എന്ന നിത്യം നിലനിൽക്കുന്ന യേശു എന്ന ആളെ തന്നെയാണ് നൽകുന്നതെന്ന് പറയുന്നത്. എന്നിട്ടൊരു കാര്യം കൂടി പറയാണ്, ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് നൽകുകയാണ്, അതിലൂടെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ വായിക്കുന്നു. യേശുവാണ് പ്രഥമ അപ്പസ്തോലൻ. അയക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ അപ്പസ്തോലൻ. ദൈവം അയച്ച പ്രഥമ അപ്പസ്തോലൻ യേശുവാണ്. ഹെബ്രായ ലേഖനം 3:1 എഴുതിയിട്ടുണ്ട്. പുത്രൻ സ്വമേധയെ വന്നതല്ല, പിതാവ് പുത്രൻ അയച്ചതാണ്. ആ പുത്രൻ ഇപ്പോൾ സ്ലീഹന്മാരെ തൻ്റെ ദൗത്യമായിട്ട് അയക്കുകയാണ്. അങ്ങനെയുള്ള അയക്കപ്പെട്ടവരാണ് സ്ലീഹന്മാർ, അപ്പസ്തോലന്മാർ എന്ന് പറയുന്നത്. പുത്രന്റെ ജോലി പുത്രൻ രണ്ടാമത് വരുന്നത് വരെ ഈ ലോകത്തിൽ തുടരാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലീഹന്മാരെ അയച്ചിരിക്കുന്നത്. ഇങ്ങനെ അയക്കപ്പെടാതെ ഒരാളും പുത്രന്റെ ദൗത്യം ഏറ്റെടുക്കുന്നില്ല. പെന്തക്കോസ്തക്കാർ എനിക്ക് ദർശനം കിട്ടി, എനിക്ക് വെളിപാട് കിട്ടി, എനിക്ക് ഭാഷാപരമുണ്ടെന്ന് പറഞ്ഞ് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ തരത്തിലുള്ള ഒരു അയക്കപ്പെടൽ ശ്ലൈഹിക പിന്തുടർച്ചയിലും കൗതാശിക പിന്തുടർച്ചയിലുമുള്ള കൈവെപ്പും അയക്കപ്പെടലുമില്ലാതെ ഒരാളും ഇത് സ്വമേധയെ ഏറ്റെടുക്കുന്നില്ല. പുത്രൻ പോലും സ്വമേധയെ ഏറ്റെടുത്തിട്ടില്ല, പിതാവ് അയക്കുകയാണ്. പിതാവ് പുത്രൻ അയച്ചു, പുത്രൻ സ്ലീഹന്മാരെ അയക്കുന്നു, ആ സ്ലീഹന്മാരും മറ്റുള്ളവരെ അയക്കുന്നു, കൈവെപ്പിലൂടെ അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നു, ഈ ദൗത്യം കൈമാറുന്നു. ഇങ്ങനെയുള്ള ഒരു ഫിസിക്കാലിറ്റി, ശാരീരിക സ്പർശനമില്ലാതെ ഈ ദൗത്യമില്ല. ഇതാണ് കത്തോലിക്ക സഭയിലുള്ളത്.
കത്തോലിക്ക സഭ എന്ന് ഞാൻ പറയുമ്പോൾ ശ്ലൈഹിക പാരമ്പര്യമുള്ള സഭകൾ. അതിനകത്ത് ഈ ആദ്യത്തെ മാർപ്പാപ്പ പത്രോസ് തന്നെ കർത്താവിനെ തള്ളിപ്പറഞ്ഞവനാണ്. സ്ലീഹന്മാരൊക്കെ ഓടിപ്പോയതാണ്. അവർ പാപികളാണ്. എത്രയോ പാപം ചെയ്ത എത്രയോ കർത്താവ് പറഞ്ഞത് ഞാൻ പാപികളെ തേടി വന്നെന്നാണ്. പാപികളെ സ്നേഹിതനാണെന്ന് പറഞ്ഞത്. അപ്പം സഭയിൽ പാപികളുണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ ഇടർച്ചയ്ക്ക് ഉണ്ടാകേണ്ട യാതൊരു കാര്യമില്ല. ഈ പാപികളെ തേടിയാണ് കർത്താവ് വന്നത്. പാപികളുടെ കൂടെയാണ് അവൻ ഭക്ഷണം കഴിച്ചത്. അന്നും ഇന്നും കഴിക്കുന്നത് അങ്ങനെയാണ്. അന്നും ഇന്നും ഇന്ന് കുർബാനയിലും. അപ്പോൾ അച്ഛന്മാർ പാപികളാണ്, മെത്രാന്മാർ പാപികളാണ്, കത്തോലിക്കരെ പാപികളാണെന്ന് പറഞ്ഞിട്ട് കത്തോലിക്ക സഭയിൽ നിന്ന് പോയാൽ അതിനർത്ഥം അവർ നരകത്തിലേക്ക് പോകുന്നതാണ്. അവർ നരകത്തിലേക്ക് പോകുന്നതാണ് അതിൻ്റെ അർത്ഥം. കാരണം അവിടെ പാപമില്ലേ. അപ്പം ഈ കർത്താവിനെ ഉപേക്ഷിച്ച് പിന്നെ എവിടേക്കാണ് അവർ പോണേ? കർത്താവ് തെരഞ്ഞെടുത്ത സഭ, കർത്താവ് തെരഞ്ഞെടുത്ത സ്ലീഹന്മാരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് അവരെ പിൻഗാമികൾ ഉപേക്ഷിച്ചിട്ട് അവർ എവിടേക്ക് പോണേ? പിശാചിൻ്റെ അടുക്കിലേക്ക്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ചുരുക്കത്തിൽ ഈ പെന്തക്കൊസ്ത അനുഭവം എന്ന് പറയുന്നത് ഈ പറഞ്ഞ സംഗതികളൊക്കെയാണ്. അത് വെറും ഭാഷാപരമോ? ഭാഷാപരം ഒരു നല്ല വരമാണ്, പ്രവചനപരം നല്ല വരമാണ്, ദർശനപരം നല്ലതാണ്. സഭയെ കെട്ടിപ്പടുക്കുമെങ്കിൽ സഭയെ ഛിന്ന ഭിന്നമാക്കാൻ വേണ്ടിയിട്ട് കർത്താവ് ഒരു ദാനം കൊടുത്തിട്ടില്ല. നിങ്ങൾ വായിച്ചു നോക്കൂ. എന്തിനാണ് ഈ ഇത്തരം വരദാനങ്ങൾ കൊടുത്തിരിക്കുന്ന? പൗലോസ് ലീഗ 1 കൊരിന്തോസ് 12-ലും 14-ലും എഴുതിയിട്ടുണ്ട്. 14-ാമത്തെ അധ്യായത്തിൽ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. സഭയെ കെട്ടിപ്പടുക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. സഭയെ നശിപ്പിക്കാൻ വേണ്ടി പെന്തക്കോസ്തക്കാർക്കും യഹോവ സാക്ഷികൾക്കും ദൈവസഭക്കാർക്കും കൊടുത്തിരിക്കുന്ന വരം അത് പരിശുദ്ധാത്മാവിൽ നിന്നല്ല. കർത്താവ് തൻ്റെ സഭയായ കത്തോലിക്ക സഭയെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വരദാനങ്ങൾ കൊടുത്തിരിക്കുന്നത്. ആ ദാനം കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നും പറഞ്ഞിട്ട് സഭയിൽ നിന്ന് വിട്ടുപോയാൽ അവരിൽ പ്രവർത്തിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ആത്മാവായ പരിശുദ്ധ റൂഹയല്ല. ഇത് പെന്തക്കൊസ്ത ദിനത്തിൽ പെന്തക്കൊസ്തക്കാരോട് നമ്മൾ പറയണം. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ പറയണം. ധൈര്യപ്പെട്ട് പറയൂ. മാനസാന്തരം കർത്താവിൻ്റെ പണിയാണ്, പരിശുദ്ധ റൂഹായുടെ പണിയാണ്. അത് അവർ ചെയ്തോളും. നമ്മുടെ പണി സുവിശേഷം പ്രഘോഷിക്കലാണ്. പ്രഘോഷിക്കൂ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.